നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ ഞായറാഴ്ച നടക്കുന്ന ബ്രസീലിയറോ സിരിയയിലെ സാന്റോസിൻ്റെ ആദ്യ മത്സരം നെയ്മർ ജൂനിയർക്ക് മിസ്സാവും എന്നുള്ളത് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞു. അതോടുകൂടി ഒരു കാര്യം കൺഫേംഡ് ആവുന്നു, നെയ്മർ ഒരു മാസക്കാലം പുറത്താവും. നെയ്മർ പരിക്കേറ്റ് പുറത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അതിൻ്റെ ഫലമായിട്ട് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ മത്സരങ്ങൾ നഷ്ടമായി. അത് വലിയ നഷ്ടമാണ് ബ്രസീലിന് ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ സിരിയയിൽ ആദ്യ മത്സരം നഷ്ടമാകുന്നു എന്ന് പറയുമ്പോൾ അതോടുകൂടി ഒരു മാസക്കാലം അദ്ദേഹം പുറത്തിരിക്കുന്നത് കംപ്ലീറ്റ് ആവുമെന്ന് കൺഫേംഡ് ആയിരിക്കുകയാണ് എന്ന് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് നെയ്മർ ജൂനിയർ മാർച്ച് 2 മുതൽ പിന്നീട് ഒരു കളിയും കളിച്ചിട്ടില്ല. അതിനുശേഷം കൊമ്പനാറ്റോ പൗലിസ്റ്റയുടെ സെമി ഫൈനൽ മത്സരം അദ്ദേഹം മിസ് ചെയ്തു. റെഡ് ബുൾ ബ്രാഗന്റിനെതിരെയുള്ള മത്സരത്തിൽ രണ്ടാം പകുതിയിൽ അദ്ദേഹത്തെ പിൻവലിക്കുന്നത് വരെയാണ് മാർച്ച് 2 അദ്ദേഹം കളിച്ചത്. അതിനുശേഷം അദ്ദേഹം പുറത്തായി. ഇപ്പോൾ വാസ്കോക്കെതിരെയുള്ള മത്സരം, വാസ്കോ ഡി ഗാമക്കെതിരെയുള്ള ബ്രസീലിയറോ സീരിയയിലെ ആദ്യ മത്സരം നഷ്ടമാകുന്നു എന്ന് പറയുമ്പോൾ ഇനി ഏപ്രിൽ 6 മാത്രമാണ് രണ്ടാമത്തെ മത്സരം വരുന്നത്. അത് ബാഹിയക്കെതിരെയാണ്. ആ കളിക്ക് നെയ്മർ ഇറങ്ങിയാൽ തന്നെ ഒരു മാസക്കാലം പുറത്തിരുന്നതിന് ശേഷമായിരിക്കും ഇറങ്ങുക. ആ കളിക്കും നെയ്മർ ഇറങ്ങും എന്നിപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടുമില്ല. സാന്റോസ് പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് 100% ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇനി കളിക്കളത്തിലേക്ക് വരികയുള്ളൂ. അല്ലാത്ത പക്ഷം ഇഞ്ചുറി വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫുള്ളി ഫിറ്റായ നെയ്മറെ മാത്രമേ ഇനി കളിക്കളത്തിലേക്ക് വിടുകയുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ബാഹിയക്കെതിരെയുള്ള മത്സരം നെയ്മർ കളിക്കും എന്ന് ഉറപ്പൊന്നുമില്ല. വീക്കിലി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും എന്നാണിപ്പോൾ സാന്റോസ് പറയുന്നത്. എന്നാലും ആരാധകർക്ക് നിരാശയാണ്. പരിക്ക് പറ്റി 1.5 വർഷക്കാലം പുറത്തിരുന്ന് തിരികെ വന്ന് സാന്റോസിനായിട്ട് മത്സരങ്ങൾ കളിച്ചൊക്കെ വരികയായിരുന്നു. ആ ഒരു വൈബിലേക്ക് ആരാധകർ എത്തിക്കൊണ്ടിരിക്കുക. വീണ്ടും പരിക്ക് പറ്റിയതാ ഒരു മാസക്കാലം പുറത്ത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.